നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒന്നിനു പുറകെ ഒന്നായിട്ട് പേരൂർക്കട പോലീസ് സ്റ്റേഷൻ വീണ്ടും വിവാദങ്ങളിലേക്ക് കത്തിക്കയറുകയാണ്. ഒരു മാല മോഷണം പോയ കേസ് കിട്ടിയതിന്റെ പേരിൽ യാതൊരു അടിസ്ഥാനവുമില്ലാതെ നട്ടപ്പാതിരയ്ക്ക് ഒരു യുവതിയെ പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി എത്തിച്ച് ലേഡീസ് സ്റ്റാഫ് അടക്കം അവരെ മാനസികമായി ബുദ്ധിമുട്ടിച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ആ സ്റ്റേഷനെ വിവാദത്തിൽ എത്തിച്ചിരുന്നത്. എങ്കിലിപ്പോൾ ഒരു വയസ്സുകാരിയോട് കാണിച്ച നീതി നിഷേധമാണ് പേരൂർക്കട പോലീസിന് വിനയായി മാറിയിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഏറ്റവും വലിയ മുൻഗണന നൽകുന്ന നാടാണ് നമ്മുടേത്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലൊക്കെ ആകുമ്പോൾ പെൺകുഞ്ഞുങ്ങളെ തൊട്ടാൽ തൊട്ടവന്റെ കാരണം പുകയ്ക്കുന്ന നാട്ടുകാരാണ്. നിയമവും നീതിയും ഒക്കെ ഇവർക്കൊപ്പമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതേ നാട്ടിലാണിപ്പോൾ ഒരു പോലീസ് ഏമാന്റെ ഭാര്യയെയും അവരുടെ സ്ഥാപനത്തെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നീതിയെയും നിയമത്തെയും ന്യായത്തെയും ഒക്കെ കാറ്റിൽ പറത്തുന്ന പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വയസ്സുകാരിയെ കുഞ്ഞിന് പേരൂർക്കട ടേക്ക് കെയറിൽ വെച്ചുണ്ടായിട്ടുള്ള ദുരനുഭവം പങ്കുവച്ചുകൊണ്ട് പരാതി നൽകിയിരുന്നു. ഇന്ത്യയിലെ തന്നെ പേര് കേട്ടൊരു ഡേ കെയർ സെന്ററിൽ നിന്നാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അവിടെ നോക്കിക്കൊള്ളണമേ എന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും ഏൽപ്പിച്ചു പോയ കുഞ്ഞിനെ തിരികെ വിളിക്കാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ കാണുന്നത് കുഞ്ഞിന്റെ ദേഹം നിറയെ പാടുകളായിരുന്നു. പാടുകൾ മറച്ചുവെച്ച് ഒന്നും സംഭവിക്കാതെ പോലെ നിന്ന ഡേ കെയർ അധ്യാപികമാരോട് കുഞ്ഞിന് എന്താണ് പറ്റിയതെന്ന് ആ മാതാപിതാക്കൾ ചോദിച്ചപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പോലും ഇവർ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. മറുപടി ഇല്ല എന്നത് മാത്രമല്ല, ഇവിടെ ഈ കുഞ്ഞിനെ കൊണ്ട് വരേണ്ടതില്ല ഇനി എന്നുള്ള ലാഘവത്തോടെയുള്ള നിലപാടുകളാണ് പിന്നീട് അങ്ങോട്ട് അവർ ചെയ്തത്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയിലാകട്ടെ യാതൊരു നടപടിയും പേരൂർക്കട പോലീസ് എടുത്തിരുന്നില്ല. ആകെ മൊത്തം ഡേ കെയറിനെ സംരക്ഷിക്കാൻ വേണ്ടി സർക്കാരിന്റെ കാശും വാങ്ങി സർക്കാർ ജോലി ചെയ്യുന്ന പോലീസുകാരുടെ ഒരു അഴകുഴഞ്ചൻ നടപടിയാണ് കണ്ടിരിക്കുന്നത്. അതാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പ്രതികരിച്ച ഇന്ന് അവരുടെ അമ്മ നമ്മളോട് സംസാരിച്ചിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥനും ഭാര്യയും കൂടെ കേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞ് രംഗത്തെത്തുന്നു. നിസ്സാരമുള്ള ഒരു വകുപ്പ് മാത്രം ഈ പരാതിയുടെ പേരിൽ എടുക്കുന്നു എന്നതടക്കമാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ പേരൂർക്കട പോലീസിനെതിരെയും ഡേ കെയർ അധികൃതർക്കെതിരെയും കൂടുതൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ടു പോകുമെന്നാണ് കുടുംബത്തിന്റെ തീരുമാനം. അതേസമയം കുഞ്ഞിന്റെ ശരീരത്തിൽ നേരത്തെ പാടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഡേ കെയറിന്റെ വിശദീകരണം. അത് മാത്രമല്ല, അന്വേഷണം നടക്കുന്നു എന്നത് മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു മാസം പിന്നിടുമ്പോൾ ഒരു കുഞ്ഞിന്, പ്രത്യേകിച്ച് ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് വലിയൊരു പ്രശ്നമുണ്ടായി എന്ന് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് വലിയ രീതിയിലുള്ള ഗുരുതര വിഷയം തന്നെയാണ്. ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുന്നതുവരെ, മകൾക്ക് നീതി വാങ്ങുന്നതുവരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മലയാളി വാർത്തയോട് ആ കുടുംബം പ്രതികരിച്ചിരുന്നു. ആ കുഞ്ഞിന്റെ അമ്മയുടെ വാക്കുകളിലേക്ക്. കഴിഞ്ഞ മാസം ഏപ്രിൽ 17-നാണ് ഡേ കെയറിൽ നമ്മൾ രാവിലെ കുട്ടീനെ കൊണ്ടാക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറയുന്നു കുട്ടിക്ക് ചെറിയ പനിയുണ്ട്. അപ്പൊ അന്ന് അവിടെ ഒരു പൂൾ ഡേ ആയിരുന്നു. പൂളിൽ ഇറക്കരുത്, ചെറിയ പനിയുണ്ട് കുട്ടീനെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. നമ്മൾ വൈകിട്ട് ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ വിളിക്കുന്നു. മഴയായിരുന്നു അന്ന്. അപ്പൊ ഞാൻ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ ഞാൻ ഈ ഹലോ കിഡ്സിലെ മാഡം നിമിഷ മാഡത്തിനെ വോയിസ് ഇട്ട് പറയണോ, ഹസ്ബൻഡ് വോയിസ് ഇട്ട് പറയണോ, മാഡം ഞങ്ങൾ വരാൻ കുറച്ച് വൈകും, അപ്പൊ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിളിച്ച് വോയിസ് ഇട്ട് പറഞ്ഞതാണ്. വാട്സപ്പിൽ വോയിസ് ഇട്ടു. അപ്പോഴും ഈ മാഡം എന്താ പറ്റിയെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല. എന്നിട്ട് 6:10 ആകുമ്പോഴാണ് നമ്മൾ അവിടെ എത്തുന്നത്. അങ്ങനെ കുട്ടീനെ ഞാൻ എടുക്കുമ്പോൾ കുട്ടി ഒരു കരഞ്ഞൊരു ദുഃഖഭാവത്തിലിരിക്കണം. അപ്പൊ ഞാൻ കുട്ടീനെ ശ്രദ്ധിച്ചപ്പോ 2 കൈയിലും പിച്ചിയ പാട് കണ്ടു. അപ്പൊ ഞാൻ ഈ കുട്ടീനെ എടുത്തിട്ട് ചോദിച്ചു, ഈ കുട്ടിയുടെ കൈ ആരെ പിച്ചിയെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു കുട്ടിയുടെ വയറിലും പുറത്തൊക്കെ കാണാനുണ്ട് എന്ന്. അപ്പൊ ഞാൻ കുട്ടിയുടെ തുണി ഊരി നോക്കി നോക്കുമ്പോൾ പുറത്തും വയറിലും പിന്നെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ മാന്തി എടുത്ത പാടുകൾ. അപ്പൊ ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഞങ്ങൾ പൂളിൽ ഇറക്കി കയറ്റിയപ്പോ വന്ന പാടാന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെയോ പൂളിൽ ഇറക്കി കയറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പൂള് എന്ന് പറയുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഡബ്ബയായിരുന്നു. അത് അവര് ഇട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി അവരുടെ അടുത്ത് പൂളിൽ ഇറക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ, കുട്ടിക്ക് പനിയുണ്ട് ഇറക്കരുതെന്ന് പറഞ്ഞു. പിന്നെ അതിൽ ഇറക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ച് സംസാരിച്ചപ്പോ മീനു എന്ന് പറഞ്ഞ സ്റ്റാഫായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നിമിഷ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ഓണറെ പിന്നെ വിളിച്ചു വരുത്തുക ചെയ്തത്. അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നില്ലേ നമ്മൾ ഈ സംസാരം നടക്കുമ്പോൾ. ഇവര് ആക്ച്വലി ഈ കുട്ടീനെ നമ്മൾ അറിയാണ്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിലാണ് തന്നത്. ഞാൻ ഈ കയ്യിലെ പാട് ശ്രദ്ധിച്ച കാരണമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അവിടെ വെച്ച് കാണാൻ കാരണം. അല്ലെങ്കിൽ അവർ മിണ്ടില്ല, ഈ സംഭവം നടന്നതേ മിണ്ടില്ല. അങ്ങനെ അവിടെ സംസാരമായപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ വേണമെങ്കിൽ ഇവിടെ കൊടുന്നാൽ മതി, 40 പിള്ളേർ ഇവിടെ ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും വാങ്ങിച്ചേച്ച് ഞങ്ങളുടെ കുട്ടിക്ക് ഇത്രയും ഇഞ്ചുറി വന്നിട്ട് നിങ്ങൾ എന്ത് സംസാരിക്കണമെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ പൈസ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരുന്നു. എന്നിട്ട് ഒരു 2 മണിക്കൂർ അപ്പോൾ നമ്മൾ കുട്ടീനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണല്ലോ അത്യാവശ്യം. പിന്നെ നമ്മൾ സംസാരിക്കാൻ നിന്നില്ല, കാരണം മനസ്സിലായി അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പൊ നമ്മൾ കുട്ടീനെയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട്. അപ്പൊ നിമിഷ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് പൈസ ബാലൻസ് റീഫണ്ട് ചെയ്യാണ്.
ഇനി വരണ്ടെന്നുള്ള രീതിയിൽ. കാരണം ഇത്രയും ഒരു ഇഞ്ചുറി പറ്റി അന്ന് ആ കുട്ടീനെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക, അല്ലെങ്കിൽ നമ്മുടെ കൂടെ അറ്റ്ലീസ്റ്റ് വരിക, ആ ഒരു മര്യാദ പോലും ആ സ്ത്രീ കാട്ടിയില്ല. ആ സ്ത്രീയും ആ സ്റ്റാഫും മീനും. അങ്ങനെ നമ്മള് പേരൂർക്കട ഹോസ്പിറ്റലാണ് ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടുത്തെ മാഡം ഫസ്റ്റ് എയ്ഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മളെ റെഫർ ചെയ്ത് SIT റെഫർ ചെയ്യുക ചെയ്ത് പേരൂർക്കട ഹോസ്പിറ്റലിൽ. അങ്ങനെ നമ്മൾ SIT പോയി. SIT നമ്മൾ ഒരു ദിവസം അവർ ഒബ്സർവേഷനിൽ ഇട്ടു. കാരണം മുറിവ് അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കുട്ടിക്ക് ഫീവറും തുടങ്ങി ആ സമയത്ത്. പിന്നെ സപ്പോസിറ്ററൊക്കെ വെച്ചിട്ടാണ് ഫീവർ കുറച്ചത്. അങ്ങനെ നമ്മൾ ഒരു ദിവസം അവിടെ കിടക്കണം. അപ്പൊ രാത്രി ഒരു 11 മണി 11:30 ഏകദേശം ആ സമയത്ത് ഞാൻ ഇവര് പ്രിവെന്റിംഗിലേക്ക് വിട്ടു ഞങ്ങളതിനെ. ഈ പൂച്ച മാന്തി ഇതാണോ എന്നുള്ള സംശയത്തേക്ക് എത്തി അവസാനം. ഇങ്ങനെ മാന്തി എടുത്ത പോലെ. അപ്പൊ എന്താ പറ്റിയെന്ന് ഇവര് പറയണല്ലോ. പൂളിന്ന് വന്ന ഒരു പാടല്ല എന്നാണ് ഡോക്ടേഴ്സും പറഞ്ഞത്. അങ്ങനെ ഇവരെന്നെ രാത്രി ഞാൻ 11:30 ഞാൻ വിളിക്കുകയാണ്, കുട്ടിക്ക് എന്ത് പറ്റി? അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഉറങ്ങാൻ നേരി വന്ന് സംസാരിക്കാമെന്ന് രാത്രി നേരത്തെ. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊരു വർത്താനം പറയണേ, കുട്ടീനെ ട്രീറ്റ് ചെയ്യാനാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ അവർ ഫോൺ വെച്ചു. അപ്പൊ നമ്മൾ പിന്നെ അവിടുന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്ത്, ഡോക്ടറെ നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ അവരുടെ അടുത്തെങ്കിലും പറയൂലോ, ഇവൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട് ഒരു വട്ടം. അപ്പൊ അതുകൊണ്ട് ഈ പൂച്ചമാന്തി ഇഞ്ചക്ഷൻ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ അടിക്കാൻ പറ്റില്ല, കാരണം കുട്ടിക്ക് താങ്ങൂല. മാത്രമല്ല അവൾക്ക് ആന്റിബയോട്ടിക് എടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് തിരിച്ചു പോന്ന് വൈകുന്നേരം ഞങ്ങളെ അവിടെ നിർത്തി ഒബ്സർവേഷനിൽ ഇട്ടല്ലോ. ഹസ്ബൻഡും മൂത്ത കുട്ടിയും കൂടിയിട്ട് വീട്ടിലേക്ക് പോന്നു. കാരണം അവിടെ വാർഡിൽ കെടുത്തില്ല, നമ്മളതിനെ മാത്രമല്ല കുട്ടിയുടെ കൂടെ ഇരുത്തുള്ളൂ. അങ്ങനെ അവരും ഇങ്ങോട്ട് പോന്നു. രാവിലെ 7 മണിയാകുമ്പോൾ നിമിഷയുടെ ഹസ്ബൻഡ് പോലീസ് ഓഫീസറാണ്. ആളും ഇവിടെ വന്ന് നിൽക്കുക, നമ്മുടെ വീട്ടിലേക്ക് വന്ന് നിൽക്കുക. നിങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് കേസാക്കരുത്, നമ്മൾ എന്താ ചെയ്യുക. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, ഒരു അമ്മയും കുട്ടി അവിടെ ആശുപത്രിയിൽ കിടക്കുക, നിങ്ങൾ പോകുന്നു പറഞ്ഞു. അപ്പൊ അവര് പോയി. അപ്പൊ ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ നിമിഷേനെയും ഹസ്ബൻഡിനെയും ഞാൻ വിളിച്ചു. നിങ്ങളുടെ ഹലോ കിഡ്സിൽ വന്ന് എന്റെ കുട്ടിക്ക് ഇത്ര ഇഞ്ചുറിയും വന്നു, എന്റെ ജീവിതം ഇങ്ങനെ കഷ്ടത്തിലായി, ഞാൻ ഇവിടെ കിടക്കുകയാണ്, നിങ്ങൾ എന്ത് പറ്റി എന്റെ കുട്ടിക്ക് എന്നുള്ളൊരു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, നിങ്ങളിവിടെ വന്ന് ഡോക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞു ഞാൻ. അപ്പൊ അവര് വന്നിട്ട് ഡോക്ടറെ അടുത്ത് ഈ പൂളിൽ ഈ കുട്ടീനെ ഇറക്കിയതും ഈ വീഡിയോ ഡോക്ടേഴ്സിന് കാണിച്ചു കൊടുത്തു. അപ്പൊ ഈ കുട്ടി ഒരു ഉടുപ്പ് ഒരു ജെട്ടി പോലും ഇല്ല, വെറുതെ നമ്മൾ ജനിച്ച വഴി എങ്ങനെ ഇടും ആ രീതിക്ക് ആ കുട്ടീനെ ഇട്ടിരിക്കുന്നത്. ഒരു മീനിനെ എങ്ങനെ വെള്ളത്തിലിടും ആ രീതിക്കാണ് ഈ കുട്ടീനെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടേഴ്സ് ചോദിച്ചു, എന്ത് ഈ കുട്ടിക്ക് ഉടുപ്പിട്ട് കൊടുക്കാത്തെന്ന് ചോദിച്ചു. അവര് ചോദിച്ചു കണ്ടിട്ട്. അപ്പൊ പറഞ്ഞു, മോശം പോയ കാരണം. മോശം പോവുക മൂളിൽ കൂടെയാണോ? മോശം പോയ കാരണമാണ് ഇടാഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ഈ പൂളിന്ന് എടുക്കുമ്പോ കുട്ടി വീണോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിലെ ഒരയുന്ന സാധനങ്ങളുണ്ടോ? അതൊന്നും അതിൽ കാണാനില്ല. പൂളിലെ ഒരയുന്ന സാധനങ്ങളോ ഒന്നും ഇവിടെ കാണാനില്ല. അപ്പൊ അവര് പറഞ്ഞു, പൂളെന്ന് പറഞ്ഞത് തന്നെ പൂച്ച മാന്തിയിട്ടില്ല എന്ന്. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് മേടിച്ച് പോരുന്നത്. അങ്ങനെ 18-ാം തീയതി വൈകിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്നു. അതിന് മുന്നേ 17-ാം തീയതി പേരൂർക്കട ഹോസ്പിറ്റലിൽ നമ്മൾ പോണ വഴിക്ക് നമ്മൾ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയണു, കുട്ടിക്ക് ഒരു ഇങ്ങനെ ഇഞ്ചുറി പറ്റി, ഹലോ കിഡ്സ് നമ്മുടെ ബാനുലൈനിലുള്ളതാണ്, പേരൂർക്കടയുള്ളതാണ്. നമ്മൾ പറയണു പേരൂർക്കട ഹോസ്പിറ്റലിൽ റെഫർ ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് വിട്ടു. അപ്പൊ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു. 17-ാം തീയതി വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഹോസ്പിറ്റലിൽ കുട്ടീനെ കൊണ്ടുപോയി, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ പോയത്. 18-ാം തീയതി നമ്മൾ ഈ പറഞ്ഞ പോലെ ഇവരുടെ അടുത്ത് വൈകുന്നേരം നമ്മൾ പരാതിയായിട്ട് നമ്മൾ ചെല്ലുന്നു, പരാതി കൊടുക്കുമ്പോൾ SI പ്രസാദ് സാറായിരുന്നു അന്ന് നമ്മുടെ കൈകാര്യം ചെയ്തത്. ആള് ഇവരെ വിളിച്ചു വരുത്തുന്നു. നിമിഷേനെ ആദ്യം വിളിച്ചു വരുത്തുന്നു. അപ്പൊ നിമിഷ പറഞ്ഞു, ഞാനല്ല കൈകാര്യം ചെയ്തത്, മീനുവാണ് കൈകാര്യം ചെയ്തത്, ഡേ കെയർ സ്റ്റാഫ്, ഈ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മീനുവാണെന്ന്. അങ്ങനെ മീനുവിനെ വിളിച്ചു വരുത്തുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോഴും ഇതുപോലെ ഒരു എന്താ പറയാ, ഇവരുടെ കയ്യിൽ തന്നെ ഡിജിറ്റൽ തെളിവുകളുണ്ട്. കാരണം രാവിലെ കുട്ടീനെ പൂളിൽ ഇറക്കുമ്പോൾ മുറിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെന്നെ ഫോട്ടോസ് കാണിക്കുന്നു. പിന്നെ പെട്ടെന്ന് മുറിവിന്റെ ഫോട്ടോസ് കാണുന്നു. അങ്ങനെ സാറിനാണ് എല്ലാ തെളിവുകളും അവർ കാണിച്ചു കൊടുത്തത്. അപ്പൊ ഇവര് ചോദിച്ചു, അപ്പൊ നിങ്ങൾ ശ്രദ്ധയില്ലാത്ത കുട്ടീനെ നോക്കിയതൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പുറത്തിറക്കി നിർത്തിയിട്ടാണ് ഇവരെ ചോദിക്കുന്നത്. ഇവരോട് എന്താ ചോദിക്കണമെന്നൊന്നും വളരെ ലാഘവത്തോട് കൂടിയിട്ടാണ് സാർ ചോദിച്ചത്. അല്ലാണ്ട് വലിയ സീരിയസ് ആയിട്ടൊന്നും ചോദിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മളെ വിടുന്നു. അപ്പോഴും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇറങ്ങണ നേരത്തെ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അവരുടെ ഒരു സ്ഥാപനത്തിന് ഒരു കേടുപാടോ അവരുടെ അടുത്ത് അസഭ്യം പറയാനോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സാറിനെ വിശ്വസിച്ച് ഇവിടെ പരാതി തന്നതാണ്. അപ്പൊ എനിക്ക് ഇതിനുള്ള നീതി സാർ തരണം എന്ന് ഞാൻ പ്രത്യേകം സാറിന്റെ അടുത്ത് പറഞ്ഞു. എനിക്ക് ഇതിനുള്ള റെസീറ്റ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു റെസീറ്റ് തന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റത്തെ ദിവസം നമ്മുടെ അടുത്ത് മൊഴി കൊടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞു. അപ്പോൾ FIR ഒന്നും ഇട്ട് നമുക്ക് മെസ്സേജ് വന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും മൊഴി കൊടുക്കാനായിട്ട് പോയി. നമ്മൾ അപ്പോഴും വ്യക്തമായി പറയുന്നു, പിച്ചിയ പാടുകൾ എന്ന് വ്യക്തമായിട്ട് അപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല. ഇതെല്ലാം നമ്മൾ ആ മൊഴിയിൽ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇവരിട്ട സെക്ഷൻ വൈകുന്നേരമാണ് എനിക്ക് മെസ്സേജ് വരുന്നത്, FIR 2 എന്നുള്ള ഒരു മെസ്സേജ് വരുന്നത് 19-ാം തീയതി വൈകുന്നേരം വരുന്നത്.
BNS 125-ന്റെ FIR ആണ്. അപ്പൊ ഞാൻ ഇട്ടപ്പോ അപ്പൊ ഇവൾക്ക് വയ്യാണ്ട് ഞങ്ങൾ ആശുപത്രി പോയി. കുട്ടി ഒരു അസ്വസ്ഥത കാട്ടിയിട്ട് നമ്മൾ ആശുപത്രി കൊണ്ടുപോകണ നേരം അപ്പോൾ ഞാൻ സാറിനെ വിളിച്ചു, പ്രസാദ് സാറിനെ വിളിച്ചു ചോദിച്ചു, സാറേ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ട്, പൂച്ച മാന്തിയതാണെങ്കിൽ അത് അവരോട് പറയൂ, ഞങ്ങൾക്ക് അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കാനാണ് എന്ന് അപ്പോഴും ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, സാറ് പൂച്ച മാന്തിയതല്ല, മോതിരം ഒരഞ്ഞതാണെന്ന്. ഇപ്പൊ ഞാൻ ചോദിച്ചു, മോതിരം എങ്ങനെ ഇങ്ങനെ ഒരയും? മോതിരം കുട്ടിയുടെ പുറത്തിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്ത സാറേന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചപ്പോ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, തോർത്തും പൊരഞ്ഞതായിരിക്കുന്നു. ഈ തോർത്തും പൊരയുമ്പോഴും ഇങ്ങനെയല്ലേ നമ്മൾ തോർത്തു? മോതിരം പുറത്തല്ലേ മോതിരത്തിന്റെ ഇത്? അത് ഇപ്പോഴും നമുക്ക് വ്യക്തത വന്നിട്ടില്ല. കുട്ടിക്ക് ഈ മുറിവ് എങ്ങനെ വന്നു, അവര് ഉപദ്രവിച്ചതാണെങ്കിൽ അത് എങ്ങനെയാണ് ഈ മുറിവ് എന്നുള്ളത് പോലീസ് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അതിനൊരു വ്യക്തത ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ നമ്മള് പേരൂർക്കര ആശുപത്രി കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു. അപ്പൊ കാലുമേ ഒരു പാടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഈ നമ്മുടെ ഉള്ളിൽ ഭയാണ് കിടക്കുന്നത്, കുട്ടീനെ പൂച്ച മാന്തി എന്ത് പറ്റിയെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ല. അപ്പൊ ആ ഒരു ഭയത്തിലാണ് നമ്മൾ വിളിച്ചു വെച്ചത്. അപ്പൊ പൂച്ച മാന്തി ഇതെല്ലാം സ്ഥിരീകരിച്ച കാരണം പിന്നെ അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ സാറിന്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു പിറ്റേ ദിവസം, സാർ എന്റെ കുട്ടി ഈ BNS 125 വെട്ടാന്നുണ്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചു, സാർ എന്റെ കുട്ടി അനുഭവിച്ച വേദനയ്ക്ക് അർഹമായ ഒരു FIR ആണോ ഇതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ സാർ എന്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങളിപ്പോ അന്വേഷണത്തിലാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, സാർ അവരെന്റെ കുട്ടിക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടില്ല, ഞങ്ങളെ അറിയിച്ചിട്ടില്ല, ഇതൊക്കെ ഒഫൻസ് ആണ്. അവർ മനഃപൂർവ്വം അല്ലാന്ന് പറയണതിൽ യാതൊരു അടിസ്ഥാനമില്ല. കാരണം മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു മുറിവേ വരുള്ളൂ, അല്ലെ 2 മുറിവ്. ഇത് മൊത്തം കുട്ടീനെ ഇങ്ങനെ മുറിവാക്കിയിട്ട് മനഃപൂർവ്വം അല്ല എന്ന് പറയുന്നത് എന്തർത്ഥാണ്? പിന്നെ അങ്ങനെയാണെങ്കിൽ അവരെ ആശുപത്രി കൊണ്ടുപോകട്ടെ. അപ്പൊ അത് മനഃപൂർവ്വമല്ലേ? അതൊക്കെ ഞാൻ സാറിന്റെ അടുത്ത് അന്ന് ചോദിച്ചതാ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്ന മൊഴി പ്രകാരം ഞങ്ങൾ അന്വേഷണം നടത്തട്ടെ, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ. അതിനുശേഷം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാവുന്നു. അതിനുശേഷം ഞാൻ ആളെനെ വീണ്ടും വിളിച്ചു. എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം മെയ് 11 തോന്നുന്നു ഞാൻ വിളിച്ചത്. എന്റെ ഫോണിൽ ഡീറ്റെയിൽ ഉണ്ടോ വിളിച്ച് ഞാൻ ചോദിച്ചു, സാറേ ഈ എന്തായി, എന്റെ കേസിന്റെ കാര്യം അറിയാനാണ്, എനിക്ക് 2 കുട്ടികളെ കൊണ്ട് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാണ്, ഞാൻ ഫോണിൽ വിളിക്കണം പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, അവരെ അറസ്റ്റ് ചെയ്തു, ജാമ്യത്തിൽ വിട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ അറസ്റ്റ് ചെയ്ത് BNS 125 അല്ലേ ഇട്ടിട്ടല്ലേ അറസ്റ്റ് ചെയ്ത്, നോൺ ബെയിലബിൾ അല്ലല്ലോ ചോദിച്ചു. ഇനി വേറെ എന്തെങ്കിലും സെക്ഷൻസ് അതിന്റെ മീത് ആഡ് ചെയ്ത് വരാൻ ചോദിച്ചു. അപ്പൊ ഇല്ല, ഇനി ചാർജ് ഷീറ്റ് കൊടുക്കണ ഒരു സെക്ഷൻ ആണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവരുടെ ഡേ കെയർ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല, ക്യാമറ സിസ്റ്റം അല്ല. നമുക്ക് ഒരു ബ്രൗഷർ തന്നായിരുന്നു, ആ ബ്രൗഷറിലെ ലൈസൻസ് ഉണ്ട്, ക്യാമറയുണ്ട്. ഞാൻ പ്രത്യേകം അവരുടെ അടുത്ത് ചോദിച്ചതാണ്, ലൈസൻസ് ഇല്ല. നഗരസഭയിൽ നിന്ന് ഇപ്പോൾ ഓൾറെഡി അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, 15 ദിവസത്തിന്റെ ഉള്ളിൽ നിർത്തിവെക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും സ്ഥാപനം അവിടെ കണ്ടിന്യൂ ചെയ്യാണെന്ന്. ഞാൻ ഈ സാറിന്റെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്, എന്ത് ലൈസൻസ് ഇല്ല സാറേ, ഇതൊക്കെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് സ്ഥാപനം പൂട്ടിക്കലാണോ ആവശ്യം? എനിക്ക് സ്ഥാപനം പൂട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഈ കേസ് സ്റ്റാർട്ടിങ്ങിലെ ഇവര് ഒതുക്കാനാണ് നോക്കിയിരിക്കുന്നത്. കാരണം നമ്മൾ 17-ാം തീയതി ചെന്ന് പറയുന്നു, അപ്പൊ നമ്മൾ രേഖാമൂലം കൊടുത്തിട്ടില്ല. 18-ാം തീയതി നമ്മള് റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് പോണു, അപ്പോഴും ഇവരെ FIR ഇടുന്നില്ല. 19-ാം തീയതി നൈറ്റാണ് ഇവരെ FIR ഇടുന്നത്. അതുവരെ ഇവിടെ ഈ പറയുന്ന ഈ മീനു നിമിഷയുടെ ഹസ്ബൻഡ് ഇവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, കേസാക്കരുത്, നിങ്ങൾ ഇത് ഒതുക്കി തീർക്കുക, നിങ്ങൾക്ക് വേണ്ട എന്താ പൈസ എന്താ ചെയ്ത് തരാം, നിങ്ങളിത് കേസായിട്ട് മുന്നോട്ട് പോവരുത് എന്ന്. അപ്പൊ അങ്ങനെ നമ്മൾ ഫോൺ വെച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്തായാലും ഇനി വേറെ നടപടിക്രമങ്ങൾ ഇതിന്റെ മീതി ഇല്ല, ചാർജ് ഷീറ്റ് കൊടുക്കലാണ് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുക്കുന്നു. കമ്മീഷൻ ഓഫീസിൽ പരാതി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ വെയിറ്റ് ചെയ്ത് കുത്തിരുന്നു. ഇപ്പൊ ഇന്നലെയാണ് എന്നെ പെരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ട് CI സാറ് വിളിച്ച് അവിടെ വന്നിട്ട് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഇന്നലെ നൈറ്റ് നമ്മൾ പോയി അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അപ്പൊ നമ്മൾ അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ശക്തമായ വകുപ്പുകൾ ഇടണം. സ്റ്റേഷൻ ബെയിൽ കിട്ടുന്ന വകുപ്പാണ് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്നത്. അപ്പൊ അത് മാറ്റി ശക്തമായ വകുപ്പ് ഇടണം. കാരണം ഫിസിക്കൽ അസാൾട്ട് എന്ന് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, കുട്ടിക്ക് നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു. അതിന് ഇപ്പോഴും അതിന്റെ മുറിവുകൾ, ഉണങ്ങിയ പാടുകൾ കുട്ടിയുടെ ദേഹത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് അഡീഷണൽ ആയിട്ട് 2 സെക്ഷൻസും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റിക്വസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇപ്പൊ ഇന്നലെയാണ് നമ്മൾ കൊടുത്തത്. അതിന്റെ ഇപ്പൊ എന്താവും എന്നുള്ളത് നമുക്കറിയില്ല, നടപടിക്രമങ്ങൾ എന്താവും എന്നുള്ളത് അറിയില്ല. ഇതിലിപ്പം പ്രധാനമായിട്ടും പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വൈഫ് ഈ ഒരു ഡേ കെയറുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡേ കെയറായിട്ട് ബന്ധപ്പെട്ടല്ല, ഡേ കെയറിന്റെ ഉടമ പോലീസുകാരന്റെ വൈഫാണ്. അത് ഏത് പോലീസുകാരനാണ്, അങ്ങനെ എന്തെങ്കിലും അറിയാമോ? അനൂപ് എന്നാണ് സാറിന്റെ പേര്. അത് എവിടെയാണ് ആള് വർക്ക് ചെയ്യണമെന്ന് നമുക്കറിയില്ല. വൈഫാണ് ഈ ഡേ കെയർ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ ഹെലോ കിഡ്സ് എന്ന് പറഞ്ഞുള്ള ഡേ കെയർ സ്ഥാപനം ഈ ഒരു പോലീസുകാരന്റെ വൈഫായിട്ടും ഇത്രയും ബുദ്ധിയില്ലാണ്ടാണ് നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈസൻസ് ഇല്ല. ഈ പോലീസുകാരന് അറിയില്ലേ ഒരു നിയമവിധേയമായിട്ടാണ് ഈ സ്ഥാപനം കൊണ്ടു നടക്കണം എന്നുള്ളത്?
അവർ ലൈസൻസ് എടുക്കാൻ അവർക്ക് അറിയില്ലേ, ഒരു ലൈസൻസ് ഇല്ല. അത് പോട്ട് ഇത്ര ഒരു ഇഞ്ചുറി പറ്റി ഈ സ്ത്രീക്ക് നമ്മുടെ അടുത്തൊന്നും, ഈ നിമിഷ എന്ന് പറഞ്ഞ മാഡത്തിന് നമ്മുടെ അടുത്തൊന്നും ഇൻഫോം ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു അപകടം പറ്റി, നമ്മൾ ആ സ്പോട്ടിൽ ഓടിയെത്തില്ലായിരുന്നു. അത് പറഞ്ഞില്ല, അത് മറച്ചു വെച്ചു, കള്ളത്തരാണ് കാട്ടിയത് മൊത്തം. കാരണം എന്താന്ന് വെച്ചാല് നമ്മളിത് പറ്റി അവരെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മളെ ഒരു എന്താ പറയാ വളരെ മര്യാദയില്ലാത്ത രീതിയിലാണ് നമ്മുടെ അടുത്ത് പെരുമാറിയത്. നിങ്ങൾ എന്താ ചെയ്യേ, ആ ഒരു ആളുടെ ഹസ്ബൻഡ് പോലീസാന്നുള്ള ഒരു ധാർഷ്ട്യമാണ് നമ്മുടെ അടുത്ത് അന്ന് കാട്ടിയത്. നമുക്ക് അപ്പൊ അറിയില്ലായിരുന്നു പോലീസാണ് ഹസ്ബൻഡ്, നമുക്കറിയാം. കാരണം ഇവര് ആളുകളെ കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു, 18-ാം തീയതി വന്നു, 19-ാം തീയതി മോർണിംഗും വന്നു. അപ്പോഴാണ് നമ്മൾ അറിയണത്, അവരാണ് പറയണത് പോലീസാണെന്നുള്ളത്. നമ്മൾ അവിടുന്നാണ് നമുക്ക് മനസ്സിലാവണത് ഇങ്ങോരൊരു പോലീസാണ്. അപ്പോഴേ ഞാൻ കരുതി, കാരണം ഇനി വലിയ സ്കോപ്പ് ഇല്ല എന്നുള്ളത്. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഫൈറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയത്. കുഞ്ഞിന് ഏത് രീതിയിലാണ് മുറിവ് പറ്റിയത് എന്നൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. കയ്യിൽ പിച്ചിയ പാടുകളാണ്, ഷോൾഡറില് രണ്ടിലും പിച്ചിയ പാടുകളാണ്. അതെനിക്കറിയാം പിച്ചിയെടുത്തതാണ്. കാരണം ഇങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ നഖമല്ല, കാരണം അത്യാവശ്യം വലിപ്പമുള്ള ഒരു നഖമാണ്. എപ്പോഴും ആ പാടുണ്ട് കുട്ടിയുടെ ദേഹത്ത്. ചെറിയ കുട്ടികൾ പിച്ചുന്നതോ മാന്തുന്നതോ ആയിട്ടുള്ള ഒരു ലക്ഷണമല്ല കുട്ടിയുടെ ദേഹത്തുള്ളത്. കാരണം അത്രയും മുറിവുകൾ വയറിലെ എല്ലിയിലെ പുറത്ത് മൊത്തം ഇഞ്ചുറിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉപദ്രവിച്ചതായിട്ട് തന്നെയാണ് ഞാൻ സംശയിക്കുന്നത്. കാരണം ആദ്യം പറഞ്ഞു പൂളിന്ന്, രണ്ടാമതൊരു മറുപടി പറഞ്ഞു തോർത്തൊരഞ്ഞു, മൂന്നാമത് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ടാണ് ഈ മീനു എന്ന് പറഞ്ഞ സ്റ്റാഫ് പറഞ്ഞത് എന്തെന്ന്, എന്റെ കൈ ചെയ്യ പറഞ്ഞതെന്ന്. വൈകുന്നേരം ആയപ്പോ പ്രസാദ് സാറിന്റെ അടുത്ത് പറഞ്ഞു മോതിരം ഒരഞ്ഞു. അപ്പൊ ഇതിലേതാ സത്യം? സത്യത്തിന് ഒരു വട്ടല്ലേ, ഒരു വട്ടാണ് ഒരു മുഖമുള്ളൂ, അല്ലാണ്ട് പല പല മുഖങ്ങളില്ലേ സത്യത്തിന്. അപ്പൊ ഇതൊന്നും തന്നെ മാറ്റി പറയുന്നത് തന്നെ മനസ്സിലാക്കാം കുട്ടീനെ അവരവിടെ ഉപദ്രവിച്ചു തന്നെ എന്നുള്ളത്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കുട്ടികളെയൊക്കെ കെയർ ചെയ്യുന്നത് എങ്ങനെയാ അറിയാമോ? കുട്ടികളെ കെയർ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഇവര് തന്നെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ഇട്ടു, ലെമൺ ഈറ്റിംഗ് ഡേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്ന് ഞാൻ അവരുടെ പ്രവർത്തനം മനസ്സിലാക്കി ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഈ മാസം വിട്ടതിന് ശേഷം കുട്ടികളെ അവിടെ വിടണ്ട. അപ്പൊ നമ്മൾ ഇവിടെ തന്നെ വേറൊരു നല്ലൊരു ഡേ കെയർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ വിടാം, ഞാൻ ഡേ കെയറിന്റെ പേര് പറയുന്നില്ല. ഇവിടുന്ന് എന്തായാലും ഹെലോ കിഡ്സ് എന്തായാലും കുട്ടികളെ മാറ്റാം. എനിക്ക് അവരുടെ പ്രവർത്തനം ഒട്ടുമേ ഇഷ്ടമായില്ല. അപ്പൊ നമ്മൾ 1 മന്ത് ഫീസ് ഇവർ അഡ്വാൻസ് ചെയ്ത് വാങ്ങിച്ചു. അതിന് കാരണം പറഞ്ഞത് ഇവിടെയുള്ള ആളുകള് കുട്ടികളെ നോക്കിയതിന് ശേഷം പിന്നെ പൈസ തരാണ്ട് പോവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അഡ്വാൻസ് എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യമേ April 1 തന്നെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇവർക്ക് ഫണ്ട് അക്കൗണ്ട് വഴി ഇട്ട് കൊടുത്തു. എന്നിട്ടാണ് അഡ്മിഷൻ എടുത്തത്. അപ്പൊ ആ ഒരു 1 മന്ത് നമ്മൾ കൊടുത്ത കാരണം അതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അവിടെ നിർത്തിയത്. അപ്പൊ ഈ ലെമൺ ഈറ്റിംഗ് ഡേ എന്ന് പറയുന്നത് 40 കുട്ടികൾക്ക് ഒരു നാരങ്ങ മുറിച്ച് വായിൽ വെച്ച് കൊടുക്കുകയാണ്. അത് വേണ്ടാത്ത കുട്ടികൾ നിർബന്ധിച്ച് ഉരച്ചു കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കുട്ടികളുടെ അസുഖമുള്ള എത്ര കുട്ടികളുണ്ടായിരിക്കും, പനി ജലദോഷമൊക്കെ, അത് അത്രയും കുട്ടികൾക്ക് സ്പ്രെഡ് ആവില്ല ചെയ്യണത്. ഞാൻ അത് കണ്ടപ്പോഴേ വിചാരിച്ചതാ അത് അപ്പോഴേക്കും ഈ ഒരു സംഭവം നമ്മുടെ കഷ്ടകാലം വന്നു. അപ്പം 1 മാസത്തോളം ആയിട്ട് പരാതി കൊടുത്തിട്ട് കഴിഞ്ഞല്ലോ. അപ്പം കുട്ടികളുടെ കേസൊക്കെ ആകുമ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നടപടികളൊക്കെ ഉണ്ടാകുന്ന ഒരു നിയമമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 1 മാസം പിന്നിടുന്നത്. അപ്പം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ പോലീസ് എന്ത് പറ്റിയെന്ന് കൃത്യമായി പറയണം. ഇത് മോതിരം ഒരഞ്ഞു എന്ന് മോതിരം ഒരഞ്ഞതാണെങ്കിൽ അവർ കാണിക്കട്ടെ ഇങ്ങനെ മോതിരം ഒരയും എന്നുള്ളത്. മോതിരം ഒരഞ്ഞതല്ല. പോലീസ് പറഞ്ഞത് ലാസ്റ്റ് ഇപ്പോൾ ആ BNS 125 ആ സെക്ഷനിലെ അശ്രദ്ധമായി കൈകാര്യം ചെയ്തു വന്ന ഒരു ഇഞ്ചുറി, അതിലപ്പുറം ഒന്നും അവര് അതില് പറഞ്ഞിട്ടില്ല. അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് എങ്ങനെ ഇത്രയും ഇഞ്ചുറി വരുന്നു? 1 ഇഞ്ചുറി വരാം, 2 ഇഞ്ചുറി വരാം, ഇത്രയും. അപ്പോൾ കുട്ടിയുടെ ഒരു കാര്യമായിട്ട് പോലും അവർ കാര്യമായിട്ട് അന്വേഷിച്ചിട്ടില്ല. അവർക്ക് തോന്നുന്ന ഒരു രീതിയിൽ അന്വേഷിച്ചു, ആ ഒരു കാര്യം പറഞ്ഞു. അതിന് ശക്തമായിട്ട് ഈ ആളുടെ ഹസ്ബൻഡ് നിമിഷയുടെ ഹസ്ബൻഡ് പോലീസുകാരനാണല്ലോ, ആളുടെ പിന്തുണ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ഒരു കുഞ്ഞു കുട്ടിയുടെ കേസായിട്ട് ഇത്രയും അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്യോ? 1 മാസം പിന്നിടുമ്പോഴും ഒരു പ്രതികരണവും ഇല്ല. അശ്രദ്ധമായി കൈകാര്യം ചെയ്ത് വന്ന ഒരു ഇഞ്ചുറി ആ ഒരു ഇതില് ഒതുക്കി തീർത്തു. നമ്മുടെ കുട്ടിക്ക് ഒട്ടും നീതി കിട്ടിയിട്ടില്ല.